നമസ്കാരം. ഇന്ന് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ ലിമിറ്റും കഴിഞ്ഞ് കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് സത്യം. സോഷ്യൽ മീഡിയ നോക്കിയാലും ചാനൽ ചർച്ചകൾ നോക്കിയാലും എവിടെയും ഈ ചർച്ച തന്നെയാണ്. KC ആണോ ചെന്നിത്തലയാണോ VD ആണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. കോൺഗ്രസിൽ തുറന്ന ചർച്ചയ്ക്ക് എല്ലാവർക്കും സ്ഥാനമുണ്ട്. ആർക്ക് വേണേൽ ചർച്ച ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം, ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അവർക്ക് തുറന്ന് വിളിച്ചു പറയാം. ഒരു നടപടിയും ഉണ്ടാവില്ല. എന്നാൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളൊന്നും ഇതിനകത്ത് ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് KPCC പ്രസിഡന്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതോടുകൂടി പ്രമുഖരായ ആളുകൾ ഇപ്പോൾ ചർച്ച പറയുന്നത് ആര് മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഗുണദോഷങ്ങൾ വിളിച്ചു പറയുന്നതിൽ ഓരോരുത്തരും വളരെ മുൻപന്തിയിലായിരുന്നു. ഏതായാലും അത്തരം KPCC വളരെ സ്ട്രിക്റ്റായ നടപടി എടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രിയാവുക. KC വേണുഗോപാലാണോ അതല്ല VD സതീശാണോ അല്ലെങ്കിൽ ചെന്നിത്തലയാണോ? 3 പേരും കഴിവുള്ളവർ തന്നെ. പക്ഷേ 3 പേർക്കും അതിൻ്റെതായ ഡീമെറിറ്റ്സുണ്ട്, പോസിറ്റീവ് വശങ്ങളുമുണ്ട്. ഇതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എല്ലാ തരത്തിലും VD സതീശനാണ്. കാരണം അദ്ദേഹം 2021 തകർന്നുപോയ UDFനെ കൈപ്പിടിച്ചുയർത്തി ആത്മവിശ്വാസം കൊടുത്ത് അണികളെ ഊർജ്ജസ്വലരാക്കി ഓരോ ഇലക്ഷനും വെച്ചടി വിജയം ഉണ്ടാക്കി കൊടുത്ത് അവസാനം ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയമാണ് നേടിക്കൊടുത്തത്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് VD സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇത് കൃത്യമായി എല്ലാ സാധാരണ പ്രവർത്തകർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പുതുയുഗ യാത്രയിൽ വൻ സ്വീകരണം കേരള ജനത കൊടുത്തത്. രാഷ്ട്രീയ ഭേദമന്യേ നിലപാടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി വരണമെന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് സുധാകരൻ FB പോസ്റ്റ് ഇട്ടപ്പോൾ ആയിരക്കണക്കിന് സാധാരണക്കാർ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ ഇവർ തമ്മിലുള്ള ചർച്ചകൾ ഇവരെല്ലാം നയിക്കുന്നെങ്കിലും ഇവർ അനുയായികൾ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചകൾ നയിക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുമായി ഏറ്റവും അധികം സമ്പർക്കമുള്ള പിന്തുണയുള്ള ഒരു നേതാവിനെ വേണം തിരഞ്ഞെടുക്കാൻ. അതാരാണ്? കഴിഞ്ഞ 5 വർഷമായി ഭരിക്കുന്ന കേരളത്തിലെ നേതാവ് എന്ന് പറയുന്നത് VD സതീശനാണ്. മാത്രമല്ല 20 വർഷമായി കേരള രാഷ്ട്രീയവുമായിട്ട് അടുത്ത ബന്ധമില്ലാത്ത നാഷണൽ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ ഇങ്ങോട്ട് വരേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല. ഇവിടെ തന്നെ പ്രമുഖനായ ഒരു നയിക്കാൻ കഴിവുള്ള കഴിഞ്ഞ 5 വർഷമായി കൃത്യമായി UDFനെ നയിച്ച് ലക്ഷ്യത്തിൽ വരെ എത്തിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തെ മറികടന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള കൃത്യമായുള്ള ഒരു മെസ്സേജാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ മുസ്ലിം ലീഗ് കൊടുത്ത കാര്യങ്ങൾ കൃത്യമായി അവരുടെ ഭാഷയിലും സംസാരത്തിലുമുണ്ട്. നമുക്ക് ആദ്യം തന്നെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു ഒന്ന് കേൾക്കാം. ലീഡർഷിപ്പ് ജനവികാരമൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനം എടുക്കുക. ഞങ്ങൾക്കിപ്പോൾ നടക്കുന്ന ചർച്ചയെ കുറിച്ചൊന്നും അങ്കലാപ്പൊന്നുമില്ല. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് UDFന്റെ ഒരു മെത്തേഡ് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്ത് അവരുടെ തീരുമാനം, അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളുമായിട്ടുള്ള ചർച്ച, അതിന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അപ്പുറത്തെ കസേരയിലുണ്ടാവും, ഞങ്ങൾ ഇപ്പുറത്തെ കസേരയിലുണ്ടാവും. UDFന്റെ കീഴ്വഴക്കം അനുസരിച്ച് ഇവിടെ ഘടകകക്ഷികളോടൊക്കെ അവർ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനം എടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ലീഗിന്റെ മാത്രമല്ല, ഏത് ഘടകകക്ഷിയുടേതായാലും അപ്പം പറയേണ്ടതേ ഉള്ളൂ. അതോടൊപ്പം സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് കേൾക്കാം. എന്തായാലും അത് തന്നെയാണല്ലോ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. നല്ലൊരു തീരുമാനമായിരിക്കും കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുക. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം കോൺഗ്രസ് ആ കാര്യത്തിൽ എടുക്കും എന്ന് തന്നെ മുസ്ലിം ലീഗ് കുറച്ച് വിശ്വസിക്കുന്നു. 4-ാം തീയതിക്ക് ശേഷം അതൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവും. കേട്ടല്ലോ, 2 പേര് പറയുന്നതിലും വളരെ മിതത്വവും കൃത്യതയും അതേ സമയത്ത് ലക്ഷ്യവുമുണ്ട്. അതായത് മുസ്ലിം ലീഗ് എന്ന കക്ഷി BJP പറയുന്നത്, വെള്ളാപ്പള്ളി പറയുന്നത്, പിണറായി വിജയൻ പറയുന്നത് കേരളത്തിലെ വർഗീയ മാഫിയ ശക്തിയാണെന്നാണ്.
ഹിന്ദു പത്രത്തിന് പിണറായി വിജയൻ കൊടുത്ത ഇന്റർവ്യൂവിൽ മലപ്പുറത്ത് കള്ളപ്പണക്കാരാണുള്ളത് എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. അതേപോലെ വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും നേട്ടമുള്ളൂ, ഈഴവർക്ക് യാതൊരു നേട്ടവുമില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വലിയ തോതിൽ മുസ്ലിം ക്രിസ്ത്യൻ ധ്രുവീകരണം ഉണ്ടാവുകയും UDF-ലേക്ക് വോട്ട് മാറുകയും ചെയ്തത്. ഇതേപോലെ തന്നെയാണ് ശബരിമല കൊള്ള വന്നപ്പോഴും വോട്ട് ഒരുമിച്ച്, വിശ്വാസികളുടെ വോട്ട് ഒരുമിച്ച് UDF-ലേക്ക് നീങ്ങിയത്. BJP വിജയിക്കില്ല എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. BJP പലതവണ മുസ്ലിം ലീഗിനെ പ്രകോപനമുണ്ടാക്കാൻ പലതരത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗ് എപ്പോഴും മിതത്വം പാലിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ചും അതിൻ്റെ തടക്കം ചെന്ന് എല്ലാ രാഷ്ട്രീയത്തിൽ ചെന്ന് പരിചയമുള്ള കുഞ്ഞാലിക്കുട്ടി എത്രമാത്രം മിതത്വത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസിലെ സാധാരണ നേതാക്കന്മാർ പോലും പ്രസ്താവനകളുമായി രംഗത്ത് വരുമ്പോൾ മുസ്ലിം ലീഗ് ഇന്ന് അങ്ങനെ ഒരു പ്രവണതയേയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നീങ്ങുന്നത്. മാത്രമല്ല അവർ വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്കുന്നുമില്ല. അവർക്ക് 37 സീറ്റ് വരെ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. എന്നാൽ 27 സീറ്റ് കഴിഞ്ഞ തവണത്തെ സീറ്റ് കിട്ടിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. ആ 27 സീറ്റിൽ അവർക്ക് 25 സീറ്റ് വിജയിക്കുമെന്നുള്ള കൃത്യമായ അറിവുണ്ട് ഇപ്പോൾ. അതായത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന കക്ഷി മുസ്ലിം ലീഗ് ആയിരിക്കും. കോൺഗ്രസിന്റെ നെടുന്തൂണായ മുസ്ലിം ലീഗ് മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരിലും വയനാടും കാസർഗോഡുമെല്ലാം ശക്തി തന്നെയാണ്. അതല്ല എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ലീഗിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മലപ്പുറത്തെ 16 സീറ്റിൽ 12 സീറ്റും മുസ്ലിം ലീഗിന്റെയാണ്. ആ സീറ്റുകൾ കംപ്ലീറ്റ് അവിടെ മുസ്ലിം ലീഗ് വിജയിക്കും എന്നുള്ളതാണ് അവർ കൃത്യമായി കണക്കൂട്ടൽ. അത് മാത്രമല്ല 16-ൽ 16ഉം അവർ നേടും എന്നുള്ളതാണ്. അതായത് UDF-ന് ഏറ്റവും വലിയ പിന്തുണ നടക്കുന്ന സ്ഥലം മലപ്പുറമായിരിക്കും എന്ന് അവർ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. ഇതോടൊപ്പം കോഴിക്കോടുള്ള 13 സീറ്റും ഇത്തവണ വിജയിപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും നിർണായക പങ്കുണ്ട്. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ അവർക്ക് 2 സീറ്റ് ഉറപ്പാണ്, കാസർഗോഡും മഞ്ചേശ്വരവും. അതേപോലെ കണ്ണൂരിലെ അഴീക്കോടും കൂത്തുപറമ്പും അവർ വിജയിക്കുന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ്. അങ്ങനെ അവരുടെ സീറ്റുകളെല്ലാം തന്നെ, മലബാറിലെ സീറ്റുകളെല്ലാം തന്നെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടും കൂടുതൽ സീറ്റ് അവർ ചോദിക്കാൻ തയ്യാറല്ല. എന്തിന്? ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒരു തരത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ തയ്യാറല്ല, ഭരണം തിരിച്ചു പിടിക്കണം, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം, എല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് നീങ്ങണം. അങ്ങനെ പറയുന്ന മുസ്ലിം ലീഗ് കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ അനാവശ്യമാണ്. അത്തരം ചർച്ചകൾ മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. മാത്രമല്ല ഞങ്ങളുടെയും ഭാഗം കേട്ടിട്ട് മാത്രമേ മുഖ്യമന്ത്രിയെ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഈ വിധത്തിൽ മുസ്ലിം ലീഗ് എല്ലാവർക്കും മാതൃകയായ ഒരു പാർട്ടിയായിട്ട് മാറുകയാണ്. മുസ്ലിം ലീഗിനെ കോൺഗ്രസിന് ഒരു സഖ്യകക്ഷിയായി, മതേതര കക്ഷിയായി കിട്ടിയത് കോൺഗ്രസിന്റെ ഭാഗ്യമാണെന്ന് തീർച്ചയായും പറയാം. കാരണം അന്നും എന്നും ഉറച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന UDF-ലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ് മുസ്ലിം ലീഗ്. അതിലെ നേതാക്കന്മാർ കാണിക്കുന്ന ആ പക്വത എന്തുകൊണ്ടാണ് കോൺഗ്രസ് കാണിക്കാത്തത്? കഴിഞ്ഞ 5 വർഷത്തെ തകർന്നു തരിപ്പണമായി കിടന്നിരുന്ന കോൺഗ്രസിനെ, UDF-നെ കൈപ്പിടിച്ചുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച, അല്ലെ നേതൃത്വം വഹിച്ച VD സതീഷിന്റെ ജനപിന്തുണ 100%. അത് പൊതുയുഗ യാത്രയിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളെ വെട്ടിമാറ്റിക്കൊണ്ട് മറ്റൊരാളെ ഇറക്കുമതി ചെയ്താൽ അത് മുന്നണിയെ ബാധിക്കും, അത് വലിയ ദോഷമുണ്ടാക്കും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് വിലയിരുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ നിർണായകമായ തീരുമാനങ്ങൾ VD സതീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. KC വേണുഗോപാൽ ഇവിടെ പെട്ടെന്ന് ഇറക്കി, നൂൽ പാലത്തിലൂടെ കെട്ടിയിറക്കി ഇവിടെ കലാപമുണ്ടാക്കി. കോൺഗ്രസിന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന മുന്നോട്ടുള്ള പോക്ക് പെട്ടെന്ന് തമ്മിലടിയും വിഴുപ്പ് അലക്കലും കൊണ്ട് ഇല്ലാതാവുകയും ഭരണം കിട്ടിയാൽ 5-6 മാസം കൊണ്ട് തമ്മിലടിച്ച് തീരുമെന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുകയും ചെയ്യും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ നിർണായകമായ തീരുമാനം VD സതീശന്
ഗുണകരമാണ്. എന്നാൽ കെ സി വേണുഗോപാൽ വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.